ഈ ദിവസവും നമുക്ക് ഒരുമിച്ച് കൂടുവാൻ സ്വർഗ്ഗത്തിലെ അപ്പൻ നമ്മുടെ ജീവിതത്തിൽ വലിയ സൗഭാഗ്യമൊരുക്കിയിരിക്കുന്ന നമുക്ക് ആ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നമ്മുടെ കരങ്ങളെ അടിച്ച് പിന്നെയും കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരം ദൂതന്മാരെ കാണുമ്പോൾ കർത്താവിനെ കാണുമ്പോഴുള്ള സന്തോഷം എനിക്ക് നിങ്ങളെ കാണുമ്പോഴുമുണ്ട്. ഈ ദിവസം നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി അസാധാരണ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, യെസ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അഭിഷുദ്ധ ദാസിയെ കുഞ്ഞുങ്ങളെ ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് ഈ നിമിഷം ഒരല്പസമയം പ്രാർത്ഥിക്കാം. അതുപോലെ ഇവിടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവാകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് ഞാൻ പ്രാർത്ഥിക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കാതിരിക്കുവാൻ, അത്ഭുതങ്ങൾ നേടിയെടുക്കാതിരിക്കുവാൻ, അസാധാരണ ദൈവപ്രവൃത്തി വെളിപ്പെടാതിരിക്കുവാൻ പൈശാചിക മണ്ഡലങ്ങൾ, അന്ധകാര വ്യാപാരങ്ങൾ അതീവ ശക്തിയോടെ പല സമയങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോൾ ആയിരുന്ന ഇടത്ത് ആത്മാവിൽ കണ്ടുകൊണ്ട് അതിനെ തകർത്ത് പ്രാർത്ഥിക്കുവാൻ സ്വർഗം കൃപ ചെയ്തുകൊണ്ട് ഇരുന്നു. ഈ ദിവസങ്ങളിൽ എവിടെയാണോ അന്ധകാര ശക്തി തകർക്കപ്പെടുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. എവിടെയാണോ പൈശാചിക മണ്ഡലം ഉടയ്ക്കപ്പെടുന്നത് ആ ദേശത്തുള്ള വ്യക്തികൾ, കുടുംബങ്ങൾ ഏറ്റവും വിശേഷ മഹത്വമായിട്ട് അവർ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ഈ തിരുവനന്തപുരം പട്ടണത്തിൽ ഒരു ചെറിയ സമയം കഴിയുമ്പോൾ വലിയ പരസ്യമില്ലാതെ, സ്തോത്രം, സാധാരണ വ്യക്തി പോലും നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമം പറഞ്ഞാൽ ആ വ്യക്തിയുടെ അടുക്കൽ വലിയൊരു കൂട്ടം പേർ ഓടിക്കൂടത്തക്ക നിലവാരത്തിൽ ദേശങ്ങളെ ഭരിക്കുന്ന ഈ അന്ധകാര ശക്തികളെ ഈ ദിവസങ്ങളിൽ സ്വർഗം ഞങ്ങളെപ്പോലെ ഉള്ളവരെ കൊണ്ട് ഉടച്ചുകൊണ്ടിരിക്കുക, തകർത്തുകൊണ്ടിരിക്കുകയാണ്. അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരുമിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുത്ത് തൻ്റെ അഭിഷേക ദാസനെ, കുടുംബത്തെ, കുഞ്ഞുങ്ങളെ ദൈവകരങ്ങൾ ഏൽപ്പിച്ചു കൊടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. വേഗത്തിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങയുടെ അഭിഷേക ദാസനെ, ദാസിയെ, കുഞ്ഞുങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങ് ആഗ്രഹിക്കുന്ന അസാധാരണ പ്രവൃത്തി ദേശങ്ങളായി, പട്ടണങ്ങളായി, രാജ്യങ്ങളായി അവരിലൂടെ അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുവാൻ, വലിയ അനുഗ്രഹം വെളിപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുമ്പോൾ അതിന് തടസ്സമായി വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങളുടെ മേൽ പരസ്യമായി ഞങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ നിമിഷം അവിടുന്ന് ജയമെടുക്കുകയാണ്. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവേ, കുടുംബത്തിന്റെ അകത്ത് ആരെല്ലാം ഉണ്ടോ, സ്നേഹിക്കുന്നവരാരെല്ലാം ഉണ്ടോ, അവിടെ ജീവിതങ്ങളിൽ അസാധാരണ ദൈവപ്രവൃത്തി സാധ്യമായി വരട്ടെ. ഈ വിഷ്വലായിട്ട് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന വാത്സല്യ കുടുംബങ്ങൾ, വാത്സല്യ അഭിഷിക്ത ദാസന്മാർ, ദാസിമാർ, ദൈവത്തിന്റെ മക്കൾ, അവർ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ മഹത്വമുള്ള നാമത്തിൽ ഏൽപ്പിച്ചവരെ അനുഗ്രഹിക്കുന്നു. അതേ കർത്താവ്, ഈ നിമിഷം തന്നെ നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അസാധാരണ പ്രവൃത്തി വെളിപ്പെട്ട് തുടങ്ങുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. കഴിഞ്ഞ മണിക്കൂറുകൾ വരെ കർത്താവേ, നരകത്തിന്റെ അനുഭവത്തിലേക്ക് ഇറങ്ങിപ്പോകുവാനിടയായത്, നരകത്തിൽ ബന്ധിക്കപ്പെട്ട ആത്മാക്കളെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരുവാൻ അത് മുഖാന്തരമായി തീർന്നുകൊണ്ട് നാളിതുവരെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന വലിയ ദൈവപ്രവൃത്തിക്കായിട്ട് ഒരുമിച്ച് നന്ദി പറയുകയാണ്. അസാധാരണ ദൈവപ്രവൃത്തി സാധ്യമായി വന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. കഴിഞ്ഞ മണിക്കൂറുകളിൽ ആയിരുന്ന ഇടത്ത് അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയാലും അനേകരെ തൊട്ട് അനുഗ്രഹിച്ച, അവരെ വിടുവിച്ച, അവരെ തകർത്തു വെച്ചിരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങൾ ഓടിപ്പോകുന്ന അനുഭവം സാധ്യമാക്കിയ അങ്ങയുടെ മഹാസ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇവിടെ ആയിരിക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഈ പട്ടണത്തിന് വേണ്ടി, പട്ടണങ്ങൾക്ക് വേണ്ടി, രാജ്യത്തിന് വേണ്ടി, രാജ്യങ്ങൾക്ക് വേണ്ടി രക്ഷയായി, വിടുതലായി, അനുഗ്രഹമായി, അത്ഭുത ദൈവപ്രവൃത്തിയായി ഒരുമിച്ച് നിൽക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ ഞങ്ങളെ അഭിഷേകം ചെയ്തു വേർതിരിച്ചിരിക്കുന്നത് കൊണ്ട് നന്ദി. സ്തോത്രം. അസാധാരണ കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി. സർവമഹത്വം അങ്ങേക്ക്. യേശു കർത്താവിൻ മഹിമയേറിയ നാമത്തിൽ തന്നെ
ആമേൻ, ആമേൻ. നമ്മുടെ കരങ്ങളെ അടിച്ച് നമുക്ക് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കുന്നു. ഇനിയും കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടേ ഇരിക്കും. ഞാൻ ഓരോ ആഴ്ചയും ചിന്തിക്കാറുണ്ട്, ഇന്നത്തോടുകൂടെ പോരാട്ടം കുറയുമെന്ന്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചയേക്കാൾ ഉപരി ഏറ്റവും വലിയ പോരാട്ടം ഞാൻ കണ്ടു. സാത്താൻ ചിന്തിച്ചു, പാതാളത്തോളം താഴ്ത്തിക്കൊണ്ടുപോയാൽ ഒരിക്കലും അവൻ പുറം ലോകം കാണത്തില്ലെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായി, പാതാളത്തിലും ആത്മാക്കളുണ്ടെന്ന്. അവയും കൂടെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന്റെ പദ്ധതി ആയതുകൊണ്ടാണ് ഇവൻ പാതാളത്തോളം താഴ്ത്തിക്കൊണ്ട് പോയതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞതുകൊണ്ട് അവന്റെ മണ്ഡലങ്ങളെ തകർത്തുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊപ്പം ഞാനുണ്ട്. നാം ഒരുമിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തുടങ്ങുകയാണ്. അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി വ്യാപരിക്കുവാൻ തുടങ്ങുകയാണ്. ഞങ്ങളെ ശ്രദ്ധിക്കുന്ന, വിഷ്വലായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കും ഒരു അസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി സാധ്യമായി വരികയാണ്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ വിടുതലിന് വേണ്ടി സ്വർഗ്ഗം ഞങ്ങളെ കൊണ്ടിങ്ങനെ സംസാരിപ്പിക്കുകയാണ്. എല്ലാ കരങ്ങളും അടിച്ച് വളരെ ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കും. സന്തോഷമുള്ളവരായിരിക്കും. തനിക്ക് മഹത്വമായി നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതന്ധകാര ശക്തി നിനക്ക് വിരോധമായി, നിനക്ക് ശാപമായി, നിനക്ക് പ്രതികൂലമായി കടന്നു വന്നാലും നീ ഒന്ന് പ്രതികരിക്കാൻ പോണ്ട. സ്വർഗ്ഗം അത് നോക്കിക്കൊള്ളും. അതിനപ്പുറം വാഗ്ദത്തം പ്രാപിച്ച നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വാഗ്ദത്തം പ്രാപിച്ച നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വാഗ്ദത്തം പ്രാപിച്ച നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. സ്വർഗ്ഗം അത് ചെയ്തുകൊണ്ടിരിക്കും. സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കാട്ടെ. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. എന്റെ ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പ്ലാനും പദ്ധതിയും ഉണ്ടെങ്കിൽ നിന്നെ അവസാനിപ്പിച്ച് കളയുവാൻ ഒരന്ധകാര ശക്തിക്കും ശക്തി ഉണ്ടാകത്തില്ല. ഇന്നത്തെ ദിവസം ഒരു വലിയ മാറ്റത്തിന്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം ഒരു ചോദ്യത്തിന് മറുപടി ലഭിക്കുന്ന ദിവസമാണ്. സ്വർഗ്ഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദിവസമാണ്. അന്ധകാര മണ്ഡലങ്ങളെ തകർക്കുന്ന ദിവസമാണ്. നിന്നെ അവസാനിപ്പിക്കാൻ വരുന്ന, നിന്നെ തകർക്കാൻ വരുന്ന എല്ലാ അന്ധകാര ശക്തികളെ സ്വർഗ്ഗം തകർത്തുന്ന ദിവസമാണ്. Hallelujah. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 ആമേ 2 ദിവസങ്ങൾക്ക് മുമ്പ് ഒരു പൈശാചിക പ്രവൃത്തിയുള്ള ഒരിടത്തൂടെ കടന്നു പോകുവാൻ സ്വർഗ്ഗം എന്നെ സഹായിച്ചു. Praise the Lord. ആമേൻ. ഒരു വ്യക്തിയുടെ അടുക്കത്ത് നിൽക്കുമ്പോൾ ആ വ്യക്തി പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്: നിങ്ങളുടെ അടുക്ക നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു. ഞാൻ ചോദിച്ചു, എന്താ കാരണം? എന്തോ എനിക്കൊരു ചൂട് അനുഭവപ്പെടുന്നു. നിങ്ങൾ അല്പോട്ട് മാറി നിൽക്കൂ. ഞാൻ മാറി നിൽക്കാലോ? അങ്ങോട്ട് മാറി നിന്നു. പിന്നും തന്റെ അടുക്കൽ വന്ന് പറയുന്നു, നിങ്ങൾ കുറച്ചും കൂടെ മാറി നിൽക്കുക, എനിക്ക് ചൂട് അനുഭവപ്പെടുന്നു. ആമേൻ. ഞാൻ കുറച്ചും കൂടെ അങ്ങോട്ട് മാറി നിന്നു. ആമേൻ. അത് കഴിഞ്ഞപ്പോ പിന്നെയും പുള്ളി ഓടി അടുത്ത് വന്നു. നിങ്ങൾ മാറി നിൽക്കുന്നവർ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്നു. ഞാൻ രസാവകമായി ചോദിച്ചു, ഇനി ഞാനെന്താ ഓടിപ്പോകണമോ? നിങ്ങൾ ഓടിപ്പോയാലും കുഴപ്പമില്ല. എനിക്ക് മനസ്സിലായി ഇവരുടെ ചൂടിന്റെ രഹസ്യം എന്താണെന്ന്. ഞാൻ അവനെ തോളത്ത് ചേർത്ത് പിടിച്ചു. നസ്രയനായ യേശുവിന്റെ നാമത്തിൽ ഒരല്പസമയം കൊണ്ട് അവനെ ഭരിച്ചിരുന്ന അന്ധകാര ശക്തി നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറി എനിക്കൊരു നല്ല സ്നേഹിതനായി തീരുവാൻ സ്വർഗ്ഗം ഇടയാക്കി തീർത്തു. താൻ പറയുകയാണ്, സ്തോത്രം, എന്തോ ഒന്ന് എന്നെ വിട്ട് പോയതുപോലെ എനിക്ക് ഫീൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. കൂടുതലൊന്നും വിശദീകരിച്ചു കൊടുക്കാൻ പോയില്ല. ഞാൻ ചോദിച്ചു, ചെള്ളേൻ എന്തുവാ? അത് ഞാൻ പണ്ടൊരിക്കൽ ഒരു പ്രത്യേക ശക്തി ഇങ്ങോട്ട് വന്നതിന് ശേഷം എൻ്റെ ചെകളെയൊക്കെ കുത്തി കുറന്ന് ഏതാണ്ട് ഒരു സംഭവം എന്തോ പറഞ്ഞു പുള്ളി. ആ കാവടി ചാവ് എന്തോ വരുത്തിയതാണ് എന്ന് പറഞ്ഞു. ആമേൻ. അങ്ങനെ ഉണ്ടായ മുറിവാണ് ഈ ചെള്ളയെ കൂടെ ഇപ്പുറത്തോട് കൊടുത്തു പോയിക്കണേ എന്ന് പറഞ്ഞു. ആമേൻ. അതകത്ത് മുറിവുണ്ട്, പുറത്തില്ലെന്നാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, ഇന്നത്തോടെ നിന്റെ മുറിവും പൊറുക്കുകയാണ്. ഇനി നിന്റെ ജീവകാലത്തൊരിക്കലും ആ വിധമായൊരു ശക്തിയാൽ നിനക്ക് ചലിക്കാൻ പറ്റത്തില്ല. ആമേൻ. ആമേൻ. പുള്ളി അടുത്ത ഒരു ചോദ്യം ഇങ്ങനെ ചോദിച്ചത്, ആമേൻ, അവൻ പുള്ളിയുടെ വായിന്ന് വരികയാ, യേശു കർത്താവേ, നീ അത്ഭുതം കൂടെ ദൈവമാണോ? നീ അത്ഭുതം കൂടെ ദൈവമാണോ എന്നവൻ ചോദിച്ചു കൊടുക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവൻ ശേഷമായി പറഞ്ഞു, നിങ്ങൾ പാസ്റ്ററാണ്?
ഞാൻ പറഞ്ഞ അതെ. ആമേൻ. ശേഷം വെള്ളിയാഴ്ചയോടെ വരാമെന്ന് പറഞ്ഞതാണ്. ആമേൻ. ഞാൻ വിളിച്ചിരുന്നു. പുള്ളി പറഞ്ഞു ഈ ആഴ്ച ഏതാണ്ട് ഒരു കാര്യമുണ്ട്, കർത്താവ് അനുവദിച്ച പിന്നെ വരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്തോഷം. ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, നിങ്ങളായിരിക്കുന്ന ഇടത്ത് നിങ്ങളെ തകർക്കാൻ വരുന്ന ഏത് പൈശാചിക വ്യാപാരമാണെങ്കിലും പോ എന്ന് പറയാതെ അത് വിട്ടു പോകത്തക്ക നിലവാരത്തിൽ ഒരസാധാരണ അഭിഷേകത്തോടു കൂടെ ഇവിടം വിട്ടു പോകുവാൻ സ്വർഗ്ഗം ഇടയാക്കാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഞായറാഴ്ച 3 മണി തൊട്ട് 5 മണി വരെ ഞങ്ങൾക്ക് ഇവിടെ സമയം. ബാക്കി വേണ്ടുവോളം സമയമുണ്ട്. ഈ പട്ടണത്തിന്റെ നാനാഭാഗത്ത് നസ്രയനായ യേശുവിന്റെ നാമത്തിൽ നാളിതുവരെ നടക്കാത്ത മഹാപ്രവൃത്തി നടക്കേണ്ടതിന് സ്വർഗ്ഗം ഞങ്ങളെ നയിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. ചില പ്രത്യേക പ്രാർത്ഥനകളിൽ, പ്രത്യേക മീറ്റിങ്ങുകളിൽ അവ ചെറുതും വലുതുമായ പൈസ അധികം മുടക്കില്ലാത്ത ചെറുതും വലുതുമായ മീറ്റിങ്ങുകളിലൂടെ ചില ദേശത്തുള്ള വ്യക്തികൾ വിടുതൽ പ്രാപിച്ച് അവർ സന്തോഷത്തോടെ നമ്മോടൊപ്പം ഒരുമിച്ച് ആരാധിക്കും അവരുടെ കടന്നു വരാൻ പോകുകയാണ്. അവർ സ്തോത്രം കർത്താവ് അങ്ങോട്ട് അയക്കാൻ സ്വർഗ്ഗം പ്ലാൻ ചെയ്തിരിക്കുന്നു. അങ്ങനെ മഹാപ്രവൃത്തി നടക്കാൻ പോകുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ കരങ്ങൾ അടിച്ച് സ്തുതിക്കാം. താങ്ക് യു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. വളരെ സന്തോഷമുള്ളവരായിരിപ്പീൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒരു 2-3 വരി പാട്ട് നമുക്ക് പാടാം. സ്തോത്രം. പാട്ടിതാണ് അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂവിലെങ്ങും ഉയർത്തിടാം. നിങ്ങൾ പാടാൻ പോകുന്നത് അങ്ങനെയല്ല. അത്ഭുതം യേശുവിൻ നാമം സ്റ്റാച്ചുവിലെങ്കും ഉയർത്തിയിടാം, മെഡിക്കൽ കോളേജിലെങ്ങും ഉയർത്തിയിടാം, പാളയത്തെങ്ങും ഉയർത്തിയിടാം, ഈസ്റ്റ് ബോട്ടിലെങ്ങും ഉയർത്തിയിടാം. നിങ്ങളുടെ വായിൽ എന്താണോ നാമം വരുന്നത്, നിങ്ങളായിരിക്കുന്ന ദേശമാണെങ്കിൽ ദേശം, നിങ്ങളായിരിക്കുന്ന പട്ടണമാണെങ്കിൽ പട്ടണം, രാജ്യമാണെങ്കിൽ രാജ്യം, എവിടെയാണെങ്കിലും നിങ്ങൾ ആയിരിക്കുന്ന ആ ദേശത്തെ കണ്ടുകൊണ്ട് എന്നോട് ചേർന്ന് അതിന്റെ വാക്ക് മാറ്റി, അതിന്റെ വാചകം മാറ്റി ഒന്ന് പാടാൻ പോവാ. ഓക്കെ. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ആയിരിക്കുന്നത് സ്റ്റാച്യുവിലാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുമിച്ച് പറയാമോ? നമുക്ക് ഒരുമിച്ച് പറയാം. സന്തോഷത്തോടെ പറയാം, വിശ്വാസത്തോടെ പറയാം, വിശ്വാസത്തോടെ പറയാം. അത്ഭുതം യേശുവിൻ നാമം സ്റ്റാച്യുവിലെങ്ങും ഉയർത്തിടാം. അടുത്ത് അത്ഭുതം യേശുവിൻ നാമം പാളയത്തെങ്ങും ഉയർത്തിയിടാം. അടുത്ത് അത്ഭുതം യേശുവിൻ നാമം ഈസ്റ്റ് ബോട്ടെങ്ങും ഉയർത്തിയിടാം. ഇനി പേര് നിങ്ങൾക്ക് വിട്ടു തരുന്നു. ഓക്കെ. നിങ്ങളായിരിക്കുന്ന ഏത് ദേശത്താണോ ദൈവത്തിന്റെ പ്രവൃത്തി അത്യാവശ്യമുള്ളത്, ആ നാമം ചേർത്ത് പാടൂ. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. നല്ലവനാം കർത്താവേ വല്ലഭനായി വെളിപ്പെട്ടിരിക്കുന്നു. ഓ നല്ലവനാം കർത്താവേ വല്ലഭനാം വെളിപ്പെടുമേ. അത്ഭുതം യേശുവിൻ നാമം സ്തുതിയിലെങ്ങോ, അത്ഭുതം യേശുവിൻ നാമം സാധുവിലെങ്ങോ. ഒരിക്കൽ പറയാം. അത്ഭുതം യേശുവിൻ നാമം മെഡിക്കൽ കോളേജെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം പാളയത്തെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈസ്റ്റ് ബോട്ടെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ പരിസരത്തെങ്ങോ അത്ഭുതം യേശു ആറ്റുകാലം ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഗണപതി കോവിലെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ പട്ടണത്തെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ദേശത്തെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശു. എല്ലാവരും പറഞ്ഞോ ഉയർത്തിടാം. പ്രിയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദി.
അങ്ങയുടെ അസാധാരണ സാന്നിധ്യം ഞങ്ങൾ കാണുന്നു. 1000 ദൂതന്മാരെ ഞങ്ങൾ കാണുന്നു. ഈ പട്ടണത്തിലെ അന്ധകാര ശക്തി പട്ടണം വിട്ട് ഓടിപ്പോകാൻ അവർ തയ്യാറായി നിൽക്കുന്നത്, ഓടിപ്പോകുന്നത് ഞങ്ങൾ കാണുന്നു. അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുന്നത് ഞങ്ങൾ കാണുന്നു. പിതാവേ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സർവമഹത്വം അങ്ങേക്ക്, യേശു കർത്താവിൻ മഹിമയേറിയ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാ കരങ്ങളും അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. Yes, praise the Lord. Hallelujah. വളരെ സന്തോഷമുള്ളവരായിരിപ്പേൻ. ഇന്നത്തെ ദിവസം നമ്മുടെ കർത്താവ് ആരാണ് എന്ന് കർത്താവിനോട് കൂടെ ആയിരുന്നവിടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കർത്താവിൻ്റെ ആത്മാവ് തന്നെ കർത്താവിനെ കുറിച്ച് നമ്മോട് പറയുന്ന വാക്കുകളാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 23 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. നിങ്ങൾക്ക് സന്തോഷത്തോടുകൂടെ ചില ഭാഗങ്ങളൊക്കെ വായിച്ച് കേൾപ്പിക്കുവാനുള്ള നല്ല അവസരമുണ്ട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ ഒരു പടകിൽ കയറിയപ്പോൾ അവന്റെ ശിഷ്യന്മാർ കൂടെ ചെന്നു. പിന്നെ കടലിൽ വലിയ ഓളമുണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി. അവനോ ഉറങ്ങുകയായിരുന്നു. അവർ അടുത്തു ചെന്ന്, കർത്താവേ, രക്ഷിക്കണമേ, ഞങ്ങൾ നശിച്ചു പോകുന്നു എന്നവർ പറഞ്ഞവനെ ഉണർത്തി. അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. എന്നാറേ മനുഷ്യർ അതിശയിച്ചു. അവിടെ പറയുന്നു, എന്നാറേ ആ മനുഷ്യർ, കുറച്ചു പേരല്ല, കുറച്ചു പേരുണ്ടായിരിക്കാം, കുറച്ച് കൂടുതലുണ്ടായിരിക്കാം. ആ മനുഷ്യർ അതിശയിച്ചു. ഇവൻ എങ്ങനെയുള്ളവൻ, കാറ്റും കടലും കൂടി അവൻ അനുസരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. ആമേൻ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൂതാണ്. യേശു കർത്താവിന്റെ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയങ്ങളും ആമേൻ മഹാത്ഭുതങ്ങളും കണ്ടുകൊണ്ടിരുന്ന ഒരു കൂട്ടം പേര്, ശിഷ്യന്മാരടക്കം, ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഇവൻ ആർ? പ്രൈസ് ദി ലോർഡ്. ആമേൻ. അവർ യേശുവിന്റെ കൂടെയുള്ളവരാണെങ്കിലും യേശു കർത്താവിന്റെ ആമേൻ ആ ആധിപത്യം, തന്റെ ആധികാരികത, തന്റെ മഹത്വം, അല്ലെങ്കിൽ താൻ ആരാണെന്നുള്ള ഒരു ആകത്തുക അവർക്ക് അപ്പോഴും മനസ്സിലായിട്ടില്ലെന്നുള്ളതാണ്. ഇവിടെ പ്രകൃതിയുടെ മേൽ യേശു കർത്താവ് കൽപ്പിക്കുന്നു, അവിടെ അത്ഭുതം സംഭവിക്കുന്നു, അതിശയം നടക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യമാണ്, യേശു കർത്താവിന്റെ മുൻപിൽ ഒരു ചോദ്യമാണ്: ഇവൻ എങ്ങനെ ഉള്ളവൻ? ഇവൻ എങ്ങനെ ഉള്ളവൻ? ഇന്നത്തെ ദിവസം നമുക്ക് മുൻപിലുള്ള അല്പസമയം യേശു കർത്താവ് എങ്ങനെ ഉള്ളവൻ എന്ന്, യേശു കർത്താവിന്റെ ആ മഹത്വത്തെ കുറിച്ച്, ആ ചോദ്യത്തിന് മറുപടിയായി യേശു ക്രിസ്തു ആരാണ്, എന്താണ് എന്ന് ഞാൻ ചില വാക്യങ്ങളിലൂടെ നിങ്ങളെ ഒന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. അവൻ നമുക്ക് മുമ്പിൽ കുറച്ച് സമയമേ ഉള്ളൂ. ആ ഉള്ള സമയം നമുക്ക് അതൊരു വലിയ ദൈവാനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് മുമ്പിൽ കുറച്ച് സമയമാണുള്ളത്. ഉള്ള സമയം യേശു കർത്താവ് എങ്ങനെ ഉള്ളവൻ എന്ന് നമ്മൾ കേട്ട് തന്റെ പ്രവൃത്തി അനുഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ യേശു കർത്താവിനെ കുറിച്ച് നമ്മുടെ തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്നത്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് തോന്നുന്നു ക്രിസ്ത്യാനികൾക്ക് തന്നെ വന്ന് യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ മുഖത്ത് നോക്കി ചിരിച്ചു നിൽക്കാനുള്ള ഒരു സന്തോഷമല്ലാതെ ആധികാരികമായിട്ട് അനുഭവമില്ലാത്തത് കൊണ്ട് അധികമൊന്നും പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് അനേകർ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ ദിവസം നാം തിരിച്ചറിയണം നമ്മുടെ കർത്താവ് എങ്ങനെ ഉള്ളവൻ. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവനെന്ന് നമ്മൾ തിരിച്ചറിയണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവിനെ കുറിച്ച് വേദപുസ്തകം യോഹന്നാൻ പറയുന്നു, യോഹന്നാൻ 1:1, അവിടെ പറയുന്നു നമ്മുടെ കർത്താവ് അവൻ ദൈവമാണ്. ആരാണ്? ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്.
നിങ്ങൾ ചില വാക്യങ്ങൾ സമയക്കുറവാണെങ്കിൽ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേദപുസ്തകമുള്ള എൻ്റെ പ്രിയപ്പെട്ടവർ വേദപുസ്തകം എടുത്ത് വായിക്കണമെന്ന് ദൈവകൃപയിൽ ഞാൻ ശരണപ്പെടുത്തി പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും അതിശയിപ്പിക്കുന്ന പ്രവൃത്തിയും നമുക്ക് അനുഭവിച്ചു കൊണ്ടിരിക്കണമെങ്കിൽ അത് ചെയ്യുന്ന കർത്താവാരെന്ന് നമ്മൾ നന്നായിട്ട് തിരിച്ചറിഞ്ഞിരിക്കണം. യോഹന്നാൻ 1:1. ആമേൻ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആമേൻ. യേശു കർത്താവിന്റെ മറ്റൊരു പേരാണ് വചനം. വചനം. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുന്നു വചനം ദൈവത്തോടുകൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു, ശേഷമായി പറയുന്നു, ആമേൻ സ്തോത്രം, ഈ വചനം അത് ദൈവമാണ്. നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു. ചോദ്യം ഇതാണ്, ഇവൻ എങ്ങനെയുള്ളവൻ? ഒന്നാമതവൻ വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ശേഷമായി പറയുന്നു അവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ഭാഗം ശ്രദ്ധിക്കൂ. അടുത്ത് പറയുന്നു, ആമേൻ സ്തോത്രം, ആ വചനം അവിടെ പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട്, വചനം ദൈവമായിരുന്നു. എന്നിട്ട് എന്താ വായിക്കുന്നത്? അവൻ ആദിയിൽ അവൻ ദൈവത്തോടുകൂടെയായിരുന്നു. ഓ, സകലവും, ആമേൻ, സകലത്തെയും ഉളവാക്കിയവനാണ് ഇവൻ. പ്രൈസ് ദി ലോർഡ്. തന്റെ അടുക്കൽ വന്നവരുടെ ചോദ്യത്തിന് മറുപടിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നമുക്കും കുറെ ചോദ്യങ്ങൾ ഉണ്ടാവാം, അതിന് മറുപടി വ്യക്തമായി കേട്ടുകൊണ്ടിരിക്കുക. വാക്കിൽ പറയാനുള്ള സമയമുള്ളൂ, അത് വിശദീകരിക്കാനുള്ള സമയം പോരാത്തത് കൊണ്ട് പറഞ്ഞു വിടുകയാണ്. ആമേൻ. സകലത്തിന്റെയും ഇവൻ എങ്ങനെയുള്ളവൻ ചോദിച്ചാൽ അവൻ സകലത്തിന്റെ സൃഷ്ടികർത്താവാണ്. നമ്മുടെ കർത്താവ് അവൻ സകലത്തിന്റെയും സൃഷ്ടികർത്താവാണ്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഇന്നത്തെ ദിവസം ഓർക്കണം, ഇല്ലാത്തതിനെ ഉണ്ടാക്കിയെടുക്കുന്നവനാണ് ഇവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം, അവൻ അതിന്റെ ആകത്തുകയാണ് ഇവൻ. സ്തോത്രം. അവൻ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല 14-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ എന്താ വായിക്കുന്നത്? 14-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ അവിടെ എന്താണ് വായിക്കുന്നത്? അവിടെ പറയുന്നു, ആമേൻ, ഈ പടകിലിരിക്കുന്നവൻ വചനമായ ദൈവമായ ജഡാവതാരമെടുത്തവനാണ്, ജഡമായി തീർന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഓ, കൃപയും, ആമേൻ, ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ കൃപയും സത്യവും നിറഞ്ഞവനായി, ഓ, നമ്മുടെ ഇടയിൽ പാർക്കുന്നവനാണ്. സ്തോത്രം പറഞ്ഞേ. ഇന്നത്തെ ദിവസം സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ കർത്താവ് അവൻ എങ്ങനെയുള്ളവൻ, അവൻ ഏത് നിലപാടിലുള്ളവൻ എന്നവന്റെ ആകത്തുക മനസ്സിലാക്കുമ്പോഴാണ് അതിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരുന്നത്. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. ഓ, ഹല്ലേലൂയ. ആമേൻ. ദൈവവചനത്തിന്റെ ആകത്തുക, ദൈവവചനത്തിന്റെ ആധികാരികത, ആമേൻ, യേശു ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് അതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവിടെ അസാധാരണ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എബ്രായലേഖനം 4-ാം അധ്യായം നിങ്ങൾ 14-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, അവൻ മഹാപുരോഹിതനാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ മഹാപുരോഹിതനാണ്. വേഗത്തിൽ എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം. സ്തോത്രം. അവിടെ എന്താ വായിക്കുന്നത്? അവൻ മഹാപുരോഹിതനാണ്. അതുപോലെ എബ്രായലേഖനം നിങ്ങൾ 13-20 വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, അവൻ വലിയ ഇടയനാണ്. ഇവൻ എങ്ങനെയുള്ളവനാണ്? അവൻ മഹാപുരോഹിതനാണ്, അവൻ വലിയ ഇടയനാണ്. പിന്നെയും വായിക്കുകയാണ്, അത് യോഹന്നാൻ സുവിശേഷങ്ങൾ 10-ാം അധ്യായം 11-14 വായിച്ചു നോക്കൂ. അവിടെ പറയുന്നു, ആമേൻ സ്തോത്രം, അവൻ നല്ല ഇടയനാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് അവൻ നല്ല ഇടയനാണ്. അതേ, സ്തോത്രം. ആമേൻ. യോഹന്നാൻ 1:1 അതുപോലെ യോഹന്നാൻ 20:28 എബ്രായലേഖനം 1:8 വാക്യത്തിലും അതുപോലെ തന്നെ സ്തോത്രം എബ്രായലേഖനം 2:8-22 ആമേൻ സ്തോത്രം അത് വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. ആമേൻ സ്തോത്രം 1 പത്രോസ് 1-ാം വാക്യത്തിലും വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്. റോമാലേഖനം 9:5 വായിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് അവൻ ദൈവമാണ്. നമ്മുടെ കർത്താവ് ദൈവമാണ്. ആമ ഇവിടെ ചോദിക്കുകയാ, ഇവൻ എങ്ങനെയുള്ളവൻ?
ഇന്നത്തെ ദിവസം അതിന് മറുപടി. അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ ദൈവമാണ്. അവൻ സൃഷ്ടികർത്താവാണ്. അവൻ പുരോഹിതനാണ്. അവൻ ഇടയശ്രേഷ്ഠനാണ്. അവൻ മഹാനാണ്. അവൻ വലിയവനാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം നിങ്ങൾ 5-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ വായിക്കുന്നു. എന്താ മക്കളെ വേണ്ടത് വായിച്ചോ? ആമേൻ, സ്തോത്രം. അവിടെ വായിക്കുന്നു. ആമേൻ, ആമേൻ. വെളിപ്പാട് പുസ്തകം 1-ന്റെ 5-ാം വാക്യം. അതെ, അതെ, അതെ. വെളിപ്പാട് പുസ്തകം 1-ന്റെ 5 മറ്റൊന്നാണ് മോനെ, വായിക്കേ. താങ്ക് യു. അവിടെ പറയുന്നു വിശ്വസ്ത സാക്ഷിയും, അവിടെ പറയുന്നു മരിച്ചവരിൽ ആദ്യജാതനും, ഓ ഭൂരാജാക്കന്മാർക്ക് അധിപതിയും, ഓ ആയ യേശു ക്രിസ്തു. ആമേൻ. യേശു ക്രിസ്തു എങ്ങനെയുള്ളവനാണ്? യേശു ക്രിസ്തു എങ്ങനെയുള്ളവൻ? ഒന്നുകൂടെ കേട്ടാട്ടെ. എന്തുവാ? അവൻ വിശ്വസ്ത സാക്ഷിയാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ വിശ്വസ്ത സാക്ഷിയാണ്. പിന്നെ എന്താ പറയുന്നത്? അവൻ മരിച്ചവരിൽ ആദ്യജാതനാണ്. പിന്നെ പെട്ടെന്ന് പറഞ്ഞോ. ഓ ഭൂമിയിലുള്ള സർവ്വ രാജാക്കന്മാരിലും അവരെ ആധിപത്യം നടത്തുന്നവൻ. ഇവൻ എങ്ങനെയുള്ളവൻ? ഭൂമിയിലുള്ള സർവ്വ രാജാക്കന്മാരെയും ആധിപത്യം നടത്തുന്ന അവൻ അധിപതിയും. പിന്നെ എന്താ പറയുന്നത്? ആമേൻ. ഇവിടെ പറയുന്നു അങ്ങനെയുള്ളവനത്രേ കർത്താവ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. നിങ്ങൾ വെളിപ്പാട് പുസ്തകം 19 ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു വിശ്വസ്ത സാക്ഷിയും അവൻ സത്യവാനും. ഇവർ ചോദിക്കുക, ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ വിശ്വസ്ത സാക്ഷിയാണ്. അവൻ സത്യവാനാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 10-ന്റെ 9-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ ആടുകളുടെ വാതിലാകുന്നു. അവൻ വാതിലാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ വാതിലാകുന്നു. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. നിങ്ങൾ യെശയ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം 6-ാം വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? എങ്ങനെയുള്ളവൻ? സ്തോത്രം. നമ്മുടെ കർത്താവ് എങ്ങനെയുള്ളവൻ? സ്തോത്രം. അവൻ ഒറ്റ നാമത്തിൽ അറിയപ്പെടുന്ന ഒറ്റയാന്റെ പ്രവൃത്തി ചെയ്യുന്നവനല്ല. അവൻ സർവനാമത്തിൽ അറിയപ്പെടുന്നവൻ, സർവത്തിന്റെ മേലും അധികാരമുള്ളവൻ, സർവശക്തൻ, സർവത്തിന്റെ മേലും അത്ഭുതങ്ങളും ചെയ്യാൻ കഴിവുള്ളവൻ, എന്തിനും ഏതിനും അധികാരമുള്ളവൻ. അവനത്രേ നമ്മുടെ കർത്താവ്. Praise the Lord. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഒരു സൃഷ്ടിപ്പാണോ ആവശ്യം? അത് സാധ്യമായി വരാൻ പോകുന്നു. സമാധാനമാണോ ആവശ്യം? അത് സാധ്യമായി വരാൻ പോകുന്നു. വിടുതലാണോ ആവശ്യം? അത് സാധ്യമായി വരാൻ പോകുന്നു. ജീവനാണോ ആവശ്യം? അത് സാധ്യമായി വരാൻ പോകുന്നു. Yes, praise the Lord. ഇന്നത്തെ ദിവസം എന്താണ് അത്യാവശ്യം? എന്താണ് ആവശ്യമായിരിക്കുന്നത്? അത് തന്റെ സ്തോത്രം പേര് പോലെ പ്രവൃത്തിയായി തീരാൻ പോകുകയാണ്. സ്തോത്രം പറഞ്ഞാട്ടെ. എത്രത്തോളം സന്തോഷത്തോടെ സ്തോത്രം പറയാമോ അത്രത്തോളം സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അപ്പോൾ യെശയ്യാ 9:6 പറയുന്നു, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ ആധിപത്യമുള്ളവനാണ്. അവൻ അത്ഭുത മന്ത്രി. ആമേൻ. ഇവിടെ ഒരുപാട് മന്ത്രിമാരുണ്ടായിട്ടുണ്ട്. പക്ഷേ നസ്രയനായ യേശു ക്രിസ്തു മാത്രമാണ് അവൻ അത്ഭുത മന്ത്രി. ആമേൻ. മാത്രമല്ല, ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ വീരനാം ദൈവം. വീരനാം ദൈവം. അതുകൊണ്ടല്ലേ തന്റെ ശിഷ്യന്മാരായ തന്റെ മക്കളായ നമ്മൾ എത്ര വലിയ പൈശാചിക കോട്ടകളെ താണ്ടി കടക്കുമ്പോഴും എവിടെയെല്ലാം കയറി ചെല്ലുമ്പോഴും അവിടുത്തെ അന്ധകാര ശക്തി ഇറങ്ങിപ്പോകുന്നത് നിന്റെ മേൽ എന്റെ മേൽ ഉള്ള ദൈവത്തിന്റെ സാന്നിധ്യം അത് വലുതായത് കൊണ്ടാണ്. ഹല്ലേലൂയ. Praise the Lord. ആമേൻ. യേശു ക്രിസ്തുവുള്ള ഒരു വ്യക്തി ആയിരിക്കുന്ന ഏത് സ്ഥാനത്തും ഒരന്ധകാര ശക്തിക്കും കടക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ നീ യേശു ക്രിസ്തുവിന്റെ നാമവുമായിട്ട് എത്ര 1000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞ ഇടത്തും അവൻ ചെന്ന് നോക്ക്, അവിടെ ഒരു അന്ധകാര ശക്തിയും പിന്നെ അവശേഷിക്കത്തില്ല. Praise the Lord. Hallelujah. Praise the Lord. ആമേൻ. യേശു ക്രിസ്തുവുള്ള ഒരു വ്യക്തി ആയിരിക്കുന്ന ഏത് സ്ഥാനത്തും ഒരന്ധകാര ശക്തിക്കും കടക്കുവാൻ സാധ്യമല്ല. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ നീ യേശു ക്രിസ്തുവിന്റെ നാമവുമായിട്ട് എത്ര 1000 വർഷത്തെ പാരമ്പര്യം പറഞ്ഞ ഇടത്തും അവൻ ചെന്ന് നോക്ക്, അവിടെ ഒരു അന്ധകാര ശക്തിയും പിന്നെ അവശേഷിക്കത്തില്ല.
ഇതെല്ലാം അനുഭവമാണെന്നേ. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മുമ്പിൽ ചരിത്ര പുസ്തകം, ഡിക്ഷണറികൾ എഴുതിയാ തീരാത്ത അത്രയും അസാധാരണ പ്രവൃത്തികളെ കുറിച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ഹല്ലേലൂയ. ക്രിസ്തുവുള്ള ദൈവത്തിന്റെ പൈതലെ, നിന്നെ തകർക്കാൻ ഒരു പിശാചിനും ശക്തി ഉണ്ടാകത്തില്ല. എന്റെ ദൈവം അനുവദിക്കാതെ ഒന്നിനും നിന്റെ മേൽ ജയമെടുക്കുവാൻ കഴിയത്തില്ല. അവൻ പലതും പറയും. നിന്നെക്കാളും വലിയവൻ ഒതുക്കിയെന്ന് പറയും, വേറെ പല ഭീഷണികൾ പറയും. പക്ഷെ അതൊന്നും എന്റെ ബുദ്ധിക്കകത്ത് കയറുന്നതല്ല. യേശുവിന്റെ നാമത്തിൽ എന്റെ യേശു, അവൻ എങ്ങനെയുള്ള അറിയാമോ? അവൻ വീരനാം ദൈവമാണ്. അവൻ വീരനാം ദൈവം. ഓ, എന്റെ നിത്യ പിതാവ്. ഹല്ലേലൂയ. അവൻ നിത്യ പിതാവാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ നമുക്ക് മാതാപിതാക്കളെ തന്ന നിത്യ പിതാവ്. യെസ്, യെസ്, പ്രൈസ് ദി ലോർഡ്. അവൻ നിത്യ പിതാവ്. പിന്നെയോ അവൻ സമാധാനത്തിന്റെ പ്രഭു. അവൻ സമാധാനത്തിന്റെ പ്രഭു. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഒരു ചോദ്യത്തിന് മറുപടിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. യേശുവിനെ നോക്കി, തന്റെ പ്രവൃത്തിയെ നോക്കി ഇങ്ങനെ ചോദിക്കുകയാ, ഇവൻ എങ്ങനെയുള്ളവൻ? അതിന് മറുപടിയാ കേട്ടുകൊണ്ടിരിക്കുന്ന. ഇന്നത്തെ ദിവസം നസ്രയനായ യേശു ക്രിസ്തുവിന്റെ ആധികാരികത, അവന്റെ മഹത്വം നമ്മൾ അനുഭവിച്ചറിയുമ്പോൾ അസാധാരണ പ്രവൃത്തി നടക്കാൻ പോകുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം 11:26 ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, അവൻ വിടുവിക്കുന്നവനാണ്. സ്തോത്രം. ആമേൻ. 1 യോഹന്നാൻ 1:2-5 20 വാക്യം ശ്രദ്ധിച്ചു നോക്കൂ. അവിടെ പറയുന്നു, അവൻ നിത്യജീവനാണ്. അവൻ ജീവൻ മാത്രമല്ല, ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ എന്നോട് ചേർന്ന് പറഞ്ഞു, എങ്ങനെയുള്ളവൻ? അവൻ നിത്യജീവനാണ്. അതുകൊണ്ട് മാർത്ത മറിയോട് പറഞ്ഞത്, എന്നിൽ വിശ്വസിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കുവാൻ സാധ്യമല്ല. ഈ ലോകത്തു നിന്നുള്ള വേർപാട് അതൊരു മരണമെന്ന് അവസാനം ചിന്തിക്കേണ്ട. ഈ ലോകത്ത് അവനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ സ്വപ്നം കാണുന്ന മനസ്സിലാകാറില്ല എന്ന് പറഞ്ഞതുപോലെ മാത്രമേ ഒരു വിശേഷതയുള്ളൂ. മരണം എന്ന് പറയുന്നത് അതിനപ്പുറം ഒരു ജീവിതത്തിന് തുടക്കമാണ്. ഹല്ലേലൂയ. എൻ്റെ യേശു അവൻ നിത്യ ജീവനാണ്. ഹല്ലേലൂയ. ഇന്ന് അവൻ സ്വർഗത്തിൽ പോകാൻ ഞാൻ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത്? കാര്യം, നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോട് കൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അവൻ സർവശക്തനായ ദൈവത്തോടു കൂടെ മറഞ്ഞിരിക്കുന്നു എന്ന് നല്ല ബോധമുള്ളത് കൊണ്ട് ഭൂമിയിൽ നിന്ന് മാറിപ്പോകാൻ ഇഷ്ടപ്പെടുകയാണ്. ഹല്ലേലൂയ. എങ്കിലും കർത്താവിന്റെ സമയം വരെ ഭൂമിയിലായിരിക്കുന്നത് ആവശ്യമായതുകൊണ്ടായിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു ചോദിച്ചാൽ, അവൻ നമ്മുടെ നിത്യ ജീവനാണ്. ഒരിക്കലും മരിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്, ഒരു ജീവനാണ് നമ്മുടെ ആത്മാവെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഈ കുറച്ച് വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് ഭൂമി ജീവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. ഞാൻ ബൈബിൾ നന്നായി റിസർച്ച് ചെയ്ത് മനസ്സിലാക്കിയപ്പോൾ മനസ്സിലാക്കുവാൻ സാധിച്ചൊരു കാര്യം, ഈ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനുണ്ട്. സ്തോത്രം. മരിച്ചതിന് ശേഷവും ഞാനുണ്ട്. സർവശക്തനായ ദൈവത്തിന്റെ ആ ജീവനാണ് ഈ മനുഷ്യരിലുള്ളത് കൊണ്ട് ദൈവത്തോളം അതിന് നിലനിൽപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാനൊരു മൃഗമായിരുന്നെങ്കിൽ ഉണ്ടായതിന്റെ അന്ന് മുതൽ അവസാനിക്കുന്നത് വരെ, പക്ഷെ മനുഷ്യനായി ജനിക്കുവാൻ ഇടയായത് ദൈവത്താലായതുകൊണ്ട്. സ്തോത്രം. 5 തലമുറ ഒരുമിച്ച് പോയി ദൈവസന്നിധിയിൽ പോയിരുന്ന് യേശു അപ്പ എന്ന് ഒരുമിച്ച് വിളിക്കുമ്പോൾ, ആമേൻ, 5ാമത്തെ തലമുറപ്പെട്ട കൊച്ചു കുഞ്ഞ് എന്റെ അപ്പന്റെ 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 അപ്പൂപ്പന്റെ അപ്പ എന്നല്ല വിളിക്കുന്നത്, തന്റെ അപ്പ എന്നാ വിളിക്കുന്നത്. 5 തലമുറയുടെ അപ്പൻ തന്നെയാണ് സർവശക്തനായ ദൈവം. ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ അവൻ ഭൂമിയിലായിരിക്കുമ്പോ എന്റെ മോനാണ്, മോളാണ്, എന്റെ കൊച്ചുമോന, കൊച്ചുമോള, എന്റെ അപ്പച്ചൻ, അമ്മച്ചി എന്നൊക്കെ ഇവിടെ ബന്ധം പറയുന്നതേ ഉള്ളൂ. എന്നാൽ എല്ലാവരും ഒരുമിച്ച് കൂടുമ്പോ അവർ വിളിക്കുന്ന ഒരേ സ്വരമാണ്, എന്റെ അപ്പ എന്ന് വിളിക്കുന്ന സ്വർഗത്തിലെ അപ്പനെ തന്നെയാ. അപ്പനായതുകൊണ്ട് അറിയാതെ വിളിക്കുന്നത് എന്നല്ല, യാഥാർത്ഥ്യമായി വിളിക്കുന്നതാ. അവർക്കറിയാം എന്നെ ഉണ്ടാക്കിയത് സ്വർഗത്തിലെ അപ്പനാണ്. സദ്രം പറഞ്ഞോ, നന്ദി പറഞ്ഞോ, സന്തോഷിച്ചോന്നേ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ദിവസം സ്തോത്ര അപ്പനാർക്ക് ചോദിക്കുക, അതിനെന്താ വചനത്തിൽ തെളിവുണ്ടോ? ഉണ്ട്.
ജ്ഞാനികളിൽ ജ്ഞാനിയ ശലോമോൻ ഇപ്രകാരം പറഞ്ഞു. സഭാപ്രസംഗി അതിന്റെ 3-ാമത്തെ 15-ാം വാക്യം ഒന്ന് വേഗത്തിലൊന്ന് വായിക്കാവോ? സഭാപ്രസംഗി 3-ന്റെ 15-ാം വാക്യം പെട്ടെന്നൊന്ന് വായിച്ചോ, നമുക്കതിൽ നിന്ന് കേൾക്കാം. എന്താ അവിടെ വായിക്കുന്നത്? എന്താ വായിക്കുന്നത്? സ്തോത്രം. അവിടെ എന്താ വായിക്കുന്നത്? കേട്ടോ, ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴുള്ള ഇവിടെ ഇരിക്കുന്ന നമ്മളൊക്കെ പണ്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് പണ്ടുണ്ടായിരുന്നു. ഇനി ഉണ്ടാകാൻ പോണല്ലേ? കുറച്ചുപേരെയൊക്കെ ഉണ്ടാകാൻ പോണെന്ന് കാത്തിരിക്കുവല്ലേ? മക്കൾക്കും കൊച്ചുമക്കൾക്കൊക്കെ ഉണ്ടാകാൻ പോവുക അല്ലേ? ഇനി ഉണ്ടാകാൻ പോകുന്നതും ഓ ഗോഡ് പറയുന്നു മുമ്പേ ഉണ്ടായിരുന്നു തന്നെ. ഉണ്ടാകാൻ പോണതും മുമ്പേ ഉണ്ടായിരുന്നു തന്നെയാണ്, അല്ലാതെ സ്പെഷ്യൽ ഉണ്ടായി വരുന്നതല്ല. മുമ്പേ ഉണ്ടായിരുന്നു തന്നെ. പിന്നെ ഇനി കഴിഞ്ഞു പോയതിനെ ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. അതിന്റെ ആധികാരികത മനസ്സിലായോ? ഇപ്പോഴുള്ളത്, ഇപ്പോൾ ഞാനുണ്ട്, പണ്ടുണ്ടായിരുന്നു, ഇനി ഉണ്ടാകാൻ പോകുന്നതും ഉണ്ടായിരുന്നത് തന്നെയാണ്. ഇനി നമ്മൾ കഴിഞ്ഞു പോയാലും ദൈവം വീണ്ടും അന്വേഷിക്കുന്നു. ആമേൻ. സ്തോത്രം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ഹൈന്ദവപരമായിട്ട് ഒരു പുനരുത്ഥാനമുണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നും അമ്മ എന്നൊക്കെ പറഞ്ഞവർ പഠിപ്പിക്കുന്നത് പോലെ എലിയും പൂച്ചയും പട്ടിയും പഴുതാരയൊക്കെ അല്ല. പ്രൈസ് ദി ലോർഡ്. എന്തായിട്ടാണ് ഉള്ളത് അതായിട്ട് പിന്നെയും ഉണ്ടെന്ന് ചരിത്രം പറയുന്നു. ഇതാഴമായി പഠിക്കാൻ പോയാൽ മനുഷ്യൻ എന്ന് പറയുന്നത് മരണമില്ലാത്ത ഒരാത്മാവിന്റെ ഉടമസ്ഥനാണ്. ഈ മൺശരീരം കത്തിപ്പോയാലും ഈ മൺശരീരം കുഴിച്ചുമുടപ്പെട്ടാലും നിന്റെ അകത്തെ മനുഷ്യനുണ്ട്. യഥാർത്ഥ സാമുവൽഡനേഷൻ, യഥാർത്ഥ ജേഡനേഷൻ, യഥാർത്ഥ ഇവിടെ ഓരോരുത്തരും പേര് പറയുന്ന വ്യക്തിത്വം ഉണ്ടല്ലോ, അതിനൊരു മാറ്റം സംഭവിക്കത്തില്ല, അതിനൊരു മരണമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മരണമില്ലാത്ത ഒരു ജീവിതമുണ്ടെന്ന് തിരിച്ചറിഞ്ഞിട്ട് മഹത്വവാനായ ക്രിസ്തുവിനെ രക്ഷകനായിട്ട് അംഗീകരിച്ചും ആ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ പരിശുദ്ധമായി മുൻപോട്ട് പോയാൽ മാത്രമേ സ്വർഗ്ഗത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും യേശു ക്രിസ്തു ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിതത്തിൽ രൂപാന്തരം വരുത്തി മുൻപോട്ട് പോയാൽ മാത്രമേ നമുക്ക് സ്വർഗ്ഗരാജ്യത്തിൽ പോകാൻ പറ്റത്തുള്ളൂ. ആ കാര്യം ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് യേശു ക്രിസ്തു ഭൂമിയിൽ കടന്നു വന്നതുകൊണ്ട് രക്ഷ മുതൽ നിത്യത വരെ ഒരു സൗഭാഗ്യമായി ഈ വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് സാധ്യമായി വരികയാണ്. ഹല്ലേലൂയ. യെസ്, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം ചെയ്താട്ടെ. യെസ്, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിന്റെ മറ്റൊരു നാമം റോമാലേഖനം 11:26 വാക്യം വേഗത്തിൽ വായിച്ചു കേൾക്കാം. റോമാലേഖനം 11:26 അവിടെ പറയുന്നു ഇവന് മറ്റൊരു നാമമുണ്ട്. എന്താ നാമമാണ്? വിടുവിക്കുന്നവൻ. സ്തോത്രം പറഞ്ഞേ, ഒന്ന് വായിച്ചേ. എന്താണ്? ഹല്ലേലൂയ. മറ്റൊരു നാമമുണ്ട്. എന്താണത്? വിടുവിക്കുന്നവൻ. ഇവൻ എങ്ങനെയുള്ളവൻ? വിടുവിക്കുന്നവൻ. പ്രൈസ് ദി ലോർഡ്. 100 കണക്കിന് നാമങ്ങളുണ്ട്. ഈ അവസാനമായി പറഞ്ഞു നിർത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാന്നേ. പ്രൈസ് ദി ലോർഡ്. ഇത് മറക്കരുതേ. വിടുവിക്കുന്നവൻ. ഇവൻ എങ്ങനെയുള്ളവൻ? വിടുവിക്കുന്നവൻ. ഇന്നത്തെ ദിവസം ഏതെല്ലാം നിലവാരത്തിൽ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ, ഈ വിഷ്വൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ ചിലര് അസ്വസ്ഥരായി ഞാൻ കാണുന്നുണ്ട്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ഒരു അസാധാരണ അത്ഭുതം സംഭവിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിടുവിക്കുന്നവൻ. ഇവൻ എങ്ങനെയുള്ളവൻ? 1-2 വാക്യം കൂടെ പറഞ്ഞ് ഞാൻ വിട്ടോട്ടെ. ചില വാക്യങ്ങളൂടെ പറഞ്ഞു വിട്ടോട്ടെ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ആമേൻ. 1 സ്തോത്രം. 1 യോഹന്നാൻ 2:1 പറയുന്നു, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യരുത്. പാപം ചെയ്തു എങ്കിലോ നീതിമാൻ എന്ന ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവിടെ പറയുന്നു അവൻ മധ്യസ്ഥനാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? അവൻ മധ്യസ്ഥനാണ്. സ്തോത്രം. പാപം ദൈവം തരുന്നൊരു ഗിഫ്റ്റ് ഒന്നുമല്ല.
പാപത്തിന്റെ അധികാരി സാത്താനായതുകൊണ്ട് അവന്റെ പ്രവൃത്തി ഏത് തരത്തിലും ഒരു വ്യക്തിയിൽ കടത്തിവിടാൻ സാത്താൻ ശ്രമിക്കുമ്പോൾ, അവന്റെ പ്രവൃത്തിക്ക് ഒരു മുഖാന്തരമായി തീരുമ്പോൾ, അതിനെ തകർത്ത്, അതിനെ ഉടച്ച്, അതിന്റെ മേൽ ജയം കൽപ്പിക്കുന്ന ഒരു മധ്യസ്ഥനായി പിതാവിന്റെ മുൻപിൽ ഇരിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ ആവശ്യമാണ്. അവൻ അബ്രഹാമോട് പറയും, അബ്രഹാമേ, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കൻ ആയിരിക്കുക. എന്റെ മുമ്പാകെ നടക്കണം, കളങ്കമറ്റവനായിരിക്കണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, സ്തോത്രം, സങ്കീർത്തനം 18:23, ഞാൻ അവന്റെ മുൻപാകെ നിഷ്കളങ്കൻ, കളങ്കമറ്റവനായിരുന്നു, അകൃത്യം ചെയ്യാതെ എന്നെ തന്നെ കാത്തു. സർവശക്തനായ ദൈവം ആഗ്രഹിക്കുന്ന മഹാപ്രവൃത്തിയാണ്. ലേവ്യ പുസ്തകം 19:2-11-45, ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കണം. അത് ദൈവത്തിന്റെ അത്യാവശ്യമാണ്. മനുഷ്യന് ദൈവത്തെ കാണണമെങ്കിലും, ദൈവം മനുഷ്യനെ കണ്ട് കത്തിപ്പോകാതിരിക്കണമെങ്കിലും അവൻ വിശുദ്ധനായിരിക്കണം. ഇവിടെ ക്രിസ്തു മനുഷ്യന്റെ ദൈവത്തിന്റെ മുൻപിൽ അവൻ മധ്യസ്ഥനായിരിക്കുന്നു. എന്തിനാ? ആരെങ്കിലും പാപം ചെയ്തോ, കുറവ് കുറ്റം സംഭവിച്ചോ, എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിതാവേ കത്തിച്ചു കളയല്ലേ, തകർത്തു കളയല്ലേ. സാത്താൻ അവനെ ഒന്ന് മാന്തി, ഒരു കുഴപ്പത്തിൽ ചാടി, ഒരു തെറ്റ് സംഭവിച്ചു, അല്ല കുറവ് സംഭവിച്ചു, ക്ഷമിക്കണേ, അവൾക്ക് വേണ്ടി, അവന് വേണ്ടി ഞാൻ എന്റെ അവസ്ഥ രക്തം കൊടുത്തതാ, തന്നതാ, അതുകൊണ്ട് ഇനി ഒരു യാഗമില്ല, അവളോട് ക്ഷമിക്ക് എന്ന് പറഞ്ഞ് കർത്താവ് എങ്ങനെയുള്ളവനെന്നറിയാമോ? അവൻ മധ്യസ്ഥൻ. സ്തോത്രം പറഞ്ഞേ, അവൻ മധ്യസ്ഥൻ. ഹല്ലേലൂയ. വെളിപ്പാട് 1:8 ശ്രദ്ധിക്കൂ. അവിടെ പറയുന്നു, അവൻ സർവശക്തനാണ്. സ്തോത്രം. മത്തായി സുവിശേഷം അതിന്റെ 28-ാം അധ്യായം നിങ്ങൾ 18-ാം വാക്യം നോക്കൂ. അവിടെ അവൻ വായിക്കുകയാണ്, ഇതാ സ്തോത്രം, എനിക്ക് സർവാധികാരം നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. യേശു പറയുകയാ, എനിക്കിതാ സർവ അധികാരങ്ങളും നൽകപ്പെട്ടിരിക്കുന്നു. അവൻ സ്വർഗത്തിലും ഭൂമിയിലും സർഗാധികാരം എനിക്കും നൽകപ്പെട്ടിരിക്കുന്നു. യേശു എങ്ങനെയുള്ളവൻ? കുറച്ച് മനുഷ്യരുടെ ചോദ്യത്തിന് മറുപടിയാണ്, ഇവൻ എങ്ങനെയുള്ളവൻ? എങ്ങനെയുള്ളവൻ? സ്വർഗത്തിലും ഭൂമിയിലും സർവ അധികാരം നൽകപ്പെട്ടവനാണ്. വെളിപ്പാട് പുസ്തകം 1:8-22-13 വായിക്കുന്നു, അവൻ അൽഫയും ഒമേഗയുമാണ്. അതുപോലെ വെളിപ്പാട് പുസ്തകം 3:1-4 വായിക്കുന്നു, ആമേൻ എന്നുള്ളവനാണ്. അതുപോലെ തന്നെ സ്തോത്രം, എബ്രായ ലേഖനം 3-ാം അധ്യായം 1 മുതൽ 7 വരെ വായിച്ചു നോക്കൂ. അവൻ സ്തോത്രം സർവത്തിന്റെയും ശില്പിയാണ്, ഉണ്ടാക്കിയവനാണ്, അവൻ എല്ലാത്തിനും മെനഞ്ഞവനാണ്, അവനാണ് എല്ലാം ഉണ്ടാക്കിയത്. അതാണ് അവിടെ വായിക്കുന്നത്, ശരിയല്ലേ? ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാം ഉണ്ടാക്കുന്നതിന് മുൻപിൽ അവനൊരു ശില്പിയാണ്, അവൻ സൃഷ്ടികർത്താവാണ്, സകലതും അവൻ മുഖാന്തരമാണ് ഉളവായത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 1 യോഹന്നാൻ 2:2 വാക്യം വായിച്ചു നോക്കൂ. അവിടെ വായിക്കുന്നതാണ്, അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പ്രായശ്ചിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തല പ്രവൃത്തി 3:15 വാക്യം നിങ്ങൾ വായിച്ചു നോക്കൂ. അവൻ ജീവന്റെ ഉറവിടമാണ്, അവൻ സർവ്വത്തിന്റെയും അധികാരിയുമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. എബ്രായർ 2:10 വാക്യം ഒന്ന് വേഗത്തിലൊന്ന് വായിച്ചേ. അവിടെ നമ്മൾ എന്താ വായിച്ചു മനസ്സിലാക്കുന്നത്? സ്തോത്രം. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം. സ്തോത്രം. എബ്രായ ലേഖനം 12:2 വായിക്കുന്നു, അവൻ വിശ്വാസത്തിന്റെ നായകനാണ്, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. ഇവൻ എങ്ങനെയുള്ളവനാണ്? അവൻ വിശ്വാസത്തിന്റെ നായകൻ, അവൻ പൂർത്തി വരുത്തുന്നവനാണ്. എബ്രായ ലേഖനം 2-ാം അധ്യായം 10-ാം വാക്യം എന്താ വായിക്കുന്നത്? സ്തോത്രം. പറയുന്നു, സകലത്തിനും ലാക്കും, സകലത്തിനും കാരണക്കാരനും കാരണഭൂതനുമായവൻ. അവിടെ പറയുന്നു, ഒരേക രക്ഷയെങ്കിലും കൊണ്ടുവരുവാൻ അവൻ പര്യാപ്തമാണ്. വെളിപ്പാട് പുസ്തകം 22:13 നോക്കൂ. ആരംഭവും അവസാനവും അവനാണ്. ഹല്ലേലൂയ.
അതുപോലെ സ്തോത്രം 1 തീമോഥെയോസ് 5 ആമേൻ 1 തീമോഥെയോസ് 6:15 വായിക്കുന്നു. അവിടെ പറയുന്നു അവൻ ഏക കർത്താവാണ്. ഹല്ലേലൂയ. എബ്രായ ലേഖനം നിങ്ങൾ 6-ാം അധ്യായം അതിന്റെ 33-ാം വാക്യം നോക്കൂ. അവൻ ദൈവത്തിന്റെ അപ്പമാണ്. ഹല്ലേലൂയ. അവൻ ജീവന്റെ അപ്പമാണ്. സ്തോത്രം. യോഹന്നാൻ സുവിശേഷം നിങ്ങൾ 6:35 6:48 വായിക്കൂ. കർത്താവ് പറഞ്ഞു ഈ അപ്പം തിന്നുന്നവൻ എന്നേക്കും ജീവിക്കും. എന്നേക്കും നമ്മെ ജീവിപ്പിക്കുവാൻ അവൻ ജീവിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഒരല്പസമയം നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവിന്റെ വലിയ മഹത്വം ഇന്നത്തെ ദിവസം ഒരു വലിയ അനുഗ്രഹമായിട്ട് വെളിപ്പെടുവാൻ പോകുകയാണ്. ഒരുമിച്ച് നമ്മുടെ കർത്താവിന് മഹത്വം കൊടുക്കാം. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുക. ആയിരിക്കുന്ന ഇടത്തുനിന്ന് എല്ലാവർക്കും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ എഴുന്നേൽക്കാം. അവിടെ പറയുന്നു വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുന്നു. അവൻ വിടുവിക്കുന്നവനാണ്. ഇവൻ എങ്ങനെയുള്ളവൻ? കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു. സ്തോത്രം പറഞ്ഞേ. ഒരത്ഭുതത്തിന്റെ സമയമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. ഒരസാധാരണ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യാം. അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ വിടുതൽ സാധ്യമായി വരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. നാളിതുവരെ പ്രാപിക്കുവാൻ കഴിയാത്തത് ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ പ്രാപിച്ചെടുക്കുവാൻ പോകുകയാണ്. ആമേൻ. ചോദിക്കുകയാണ് കാറ്റും കടലും കൂടെ അവനെ അനുസരിക്കുന്നു. ഇവൻ എങ്ങനെയുള്ളവൻ? 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 എങ്ങനെയുള്ളവൻ എന്ന ചോദ്യത്തിന് മറുപടിയായത് കേട്ടുകൊണ്ടിരുന്നത് അവൻ വിടുവിക്കുന്നവനാണ്. അവൻ ദൈവമാണ്. അവൻ വചനമാണ്. അവൻ സ്തോത്രം രാജാക്കന്മാർക്ക് അധിപതിയാണ്. അവൻ സ്തോത്രം മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കെ തള്ളിയിടുവാൻ കഴിവുള്ളവനാണ്. യഹൂദാ ഗോത്ര സിംഹമാണ്. ദാവീദിന്റെ വേരാണ്. അവൻ നിത്യജീവനാണ്. അവൻ അത്ഭുതങ്ങളുടെ കർത്താവാണ്. അവൻ അതിശയങ്ങളുടെ കർത്താവാണ്. ഓർക്കുക, അവൻ വിടുവിക്കുന്നവൻ. വിടുവിക്കുന്നവൻ, വിടുവിക്കുന്നവൻ, നിന്നെ വിടുവിക്കുന്നവൻ. ഇന്നേ ദിവസം നിന്നെ വിടുവിക്കുന്നവൻ, 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 വിടുവിക്കുന്നവൻ. അവൻ അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ, അത്ഭുതങ്ങളെ ചെയ്യുന്നവൻ. ഹല്ലേലൂയ. എന്റെ യേശു വെള്ളിയും പൊന്നൊന്നുമല്ല, ക്രിസ്തേശുവിൻ നാമത്തിനാ. വെള്ളിയും പൊന്നൊന്നുമല്ല, ക്രിസ്തേശുവിൻ നാമത്തിന. ഓ അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താം. അത്ഭുതങ്ങൾ അടയാളങ്ങൾ നടന്നിടുമേ തൻ ഭുജബലത്താം. അത്ഭുതം യേശുവിൻ നാമോ ഈ ദേശത്തെ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമോ ചാച്ചുവിലെങ്ങോ ഉയർത്തി. once again. അത്ഭുതം യേശുവിൻ നാമോ ഈ ദേശത്തെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമോ ചാച്ചുവിലെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമോ പട്ടണത്തെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമോ ഈസ്റ്റോട്ടെങ്ങോ ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമോ ഈ ദേശത്തെങ്ങോ നീട്ടിയ തൃക്കരത്താലോ പരിശുദ്ധാത്മ ശക്തിയാലോ നീട്ടിയ തൃക്കരത്താലോ പരിശുദ്ധാത്മ ശക്തിയാലോ തിരുവചനോ അതിധൈര്യമാം ഉറച്ചിടുക സഹോദരനെ. ഓ തിരുവചനോ അതിധൈര്യമാം ഉറച്ചിടുക സഹോദരനെ. അത്ഭുതം യേശുവിന്റെ നാമത്തിൽ നിന്നെ തകർത്തു വച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാൻ യേശു ക്രിസ്തുവിന്റെ അരികിൽ നിൽക്കുകയാണ്. കണ്ണുകൾ തുറക്കൂ, കാതു കേട്ടിടും ചെകിടർക്കുമേ. കണ്ണുകൾ തുറക്കൂ, ഓ കാതു കേട്ടിടും ചെകിടർക്കുമേ. ഓ മുടന്തുള്ളവോ
കർത്താവിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ വലിയ മഹത്വം വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ അതിശയപ്പെടുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ മഹത്വകരമായ പ്രവൃത്തി യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തിക്ക് തടസ്സമായി വ്യാപരിക്കുന്ന സർവ്വ അന്ധകാര ശക്തികൾ, എല്ലാ ശാപത്തിന്റെ ശക്തികളും, എല്ലാ പ്രതികൂല ശക്തികളും കർത്താവിന്റെ മഹത്വത്തിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതൊരു അസാധാരണ ദൈവപ്രവൃത്തിയുടെ സമയമാണ്. അതിശയിപ്പിക്കുന്ന ദൈവത്തിന്റെ മഹത്വം ഇന്നേ ദിവസം നമ്മുടെ മുമ്പിൽ സാധ്യമായി വരുവാൻ പോകുകയാണ്. വിടുവിക്കുന്നവൻ നിന്റെ മുൻപിൽ നിൽക്കുകയാണ്. അവൻ അത്ഭുതങ്ങളുടെ കർത്താവായി കടന്നു വന്നിരിക്കുകയാണ്. അതിശയങ്ങളുടെ കർത്താവായി കടന്നു വന്നിരിക്കുകയാണ്. ഒരുമിച്ച് കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. ഇതേവരെ സാധ്യമാകാത്ത, ആമേൻ, ഇതേവരെ നടക്കാത്ത, ഇതേവരെ ലഭിക്കാത്ത, ആമേൻ, അസാധാരണമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ആമേൻ ചില ശാപത്തിന്റെ ശക്തികൾ മാറിപ്പോകുന്ന ഒരു സമയമായി തീരട്ടെ. കർത്താവിന്റെ വലിയ മഹത്വം അത് അനുഗ്രഹമായി വെളിപ്പെടട്ടെ. ദൈവപ്രവൃത്തിയെ തടഞ്ഞു വച്ചിരിക്കുന്ന ചില ശാപത്തിന്റെ ശക്തികൾ ചില ഭവനങ്ങളിൽ നിന്ന്, ചില കുടുംബങ്ങളിൽ നിന്ന് അത് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകുവാൻ തുടങ്ങുകയാണ്. ഈ നിമിഷം മനസ്സിനെ തകർത്തുകൊണ്ടിരിക്കുന്ന, ആമേൻ, ശരീരത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ചില ശാപത്തിന്റെ ശക്തികൾ, ചില പൈശാചിക വ്യാപാരങ്ങൾ, ചില അസ്വസ്ഥതയുളവാക്കുന്ന വേദനകൾ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ അവ ഇപ്പോൾ തകർന്നു മാറുവാൻ തുടങ്ങുകയാണ്. ചില ഭവനങ്ങൾക്കകത്ത് അവൻ അടിക്കടി കടന്നു വന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ചില പൈശാചിക ശക്തികൾ ഇന്നത്തെ ദിവസം യേശുവിന്റെ നാമത്തിൽ ഭവനങ്ങളെ വിട്ട് മാറി പോകുകയാണ്. അവൻ ചുമ്മാതെ ഇരിക്കുമ്പോൾ എന്തോ ഒരു ശക്തി പോലെ കടന്നു വന്നു. ശാരീരിക രോഗത്താൽ, മാനസിക വേദനയാൽ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ അവൻ 2-3 ഭവനങ്ങൾക്കകത്തുണ്ട്. അത് യേശുവിന്റെ നാമത്തിൽ അവ വിട്ടു മാറുകയാണ്. നിന്നെ തകർക്കുന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ, രോഗത്തിന്റെ കെട്ടുകൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ അവ തകർന്നു മാറുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേ ചലിക്കാത്ത ചില ശരീരഭാഗങ്ങൾ ചലിക്കുവാൻ സ്വർഗ്ഗം ഇടയാക്കാൻ പോകുകയാണ്. രോഗത്തിന്റെ കെട്ടുകൾ അവ പൊട്ടി മാറാൻ പോകുകയാണ്. ചില ശാപത്തിന്റെ ശക്തികൾ അവ തകർന്നു മാറാൻ പോകുകയാണ്. ഞങ്ങളോട് ചേർന്ന് അത്ഭുതങ്ങളെ പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നവർ സന്തോഷത്തോടെ അവർ ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്. ഒരുമിച്ച് ദൈവസന്നിധിയിൽ എഴുന്നേറ്റാട്ട്. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിന് പിന്നെ മഹത്വം കൊടുക്കാം, നന്ദി പറയാം. സന്തോഷത്തോടെ വലിയ ദൈവ പ്രവൃത്തിയോടെ വിടുതലോടെ കടന്നു പോകുവാൻ അവൻ സ്വർഗ്ഗം ഇടയാക്കാൻ പോകുക. എല്ലാവരും ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോകുകയാണ്. ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇതേവരെ കേൾക്കപ്പെട്ടുകൊണ്ടിരുന്ന യേശു കർത്താവിന്റെ അവൻ എങ്ങനെയുള്ളവൻ,
അവൻ എങ്ങനെയുള്ളവെന്ന് കേട്ടുകൊണ്ടിരുന്നത്. ഇരുട്ടാണെങ്കിൽ നിന്റെ ജീവിതം വെളിച്ചമായി തീരേണ്ടതിന് അവൻ വെളിച്ചമെന്ന് കേട്ടു. മരിച്ച അവസ്ഥയിലാണെങ്കിൽ അവൻ പുനരുത്ഥാനമെന്ന് കേട്ടു. ജീവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവൻ ജീവനെന്ന് കേട്ടു. അവൻ തകർക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ അവൻ ഉയർത്തുന്നവനും കേട്ടു. ബലഹീനമായെങ്കിൽ അവൻ ശക്തിമാനെന്ന് കേട്ടു. ഏതെല്ലാം നിലവാരത്തിൽ തകർക്കപ്പെട്ട അവസ്ഥയിലായിരിക്കുന്നുവോ അവിടെ അവൻ വിടുവിക്കുന്നവനെന്ന് കേട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരുമിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ, നന്ദി പറഞ്ഞാട്ടെ, ഒരുമിച്ച് സ്തുതിച്ചാട്ടെ. ദൈവത്തിന്റെ മഹാപ്രവൃത്തി സ്തോത്രം ചെയ്താട്ടെ, കർത്താവിന്റെ മഹാപ്രവൃത്തിക്ക് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളോട് ചേർന്ന് ഇപ്രകാരം പറഞ്ഞാട്ടെ, അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ആ പാട്ടിന്റെ ചില വരികൾ പാടി നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഒരസാധാരണ ദൈവപ്രവൃത്തി അനുഭവിച്ചുകൊണ്ട് ഇവിടെ വിട്ടു പോകുവാൻ സ്വർഗ്ഗമിടയാക്കട്ടെ. ഹല്ലേലൂയ. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായി എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. മധ്യൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. മധ്യൽ എന്റെ ദൈവം എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെ ഉള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെ ഉള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികൾ ജയിക്കും ഞാൻ, വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ദിവ്യതീരമാം ദിവ്യസമാധാനമിന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, യേശുവൻ കൂടെ ഉള്ളതാ. അവൻ വിടുവിക്കുന്നവനെന്ന് പകൽക്കാലം നമുക്ക് കേൾപ്പാനിടയായി. ആമേൻ, 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 ആമേൻ. വചനത്തിന്റെ മുൻപാകെ ഒരു നിമിഷം നമ്മളെ തന്നെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ഇന്ന് പകൽ യേശു എങ്ങനെയുള്ളവനെന്ന് ആമേൻ സ്തോത്ര വചനത്തിലൂടെ വ്യക്തമായി, ശക്തമായി, കൃത്യമായി, മഹത്വമായി നമുക്ക് കേൾപ്പാനിടയായി. കാറ്റും കടലും കൂടെ ഇവനെ അവനുസരിക്കുന്നുവല്ലോ. കാറ്റും കടലും കൂടെ ഇവനെ അവനുസരിക്കുന്നല്ലോ. ഇവൻ എങ്ങനെ ഉള്ളവൻ? ഇന്നും പകൽക്കാലം ദൈവത്തിന്റെ വാക്കിന്റെ മുമ്പിൽ അനുസരണക്കേട് കാണിക്കുന്ന ഒന്നുമില്ല. കർത്താവിന്റെ സന്നിധിയിൽ ഇന്നു പകൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ വിഷയങ്ങൾ അറിഞ്ഞെന്ന് പകൽ സംസാരിച്ചു. നമ്മൾ വിചാരിച്ചു നമ്മുടെ കടഭാരം മാത്രം മാറ്റുന്ന ദൈവമാണെന്ന്. നമ്മൾ വിചാരിച്ചു നമ്മുടെ രോഗം മാത്രം മാറ്റുന്ന ദൈവമാണെന്ന്. നമ്മൾ വിചാരിച്ചു നമ്മുടെ കൂടെ അല്പസമയം ഇരിക്കുന്നവൻ മാത്രമാണെന്ന്. നമ്മൾ വിചാരിച്ചു എന്തോ ഒരു ചെറിയ കാര്യം മാത്രം ചെയ്യുന്നവനാണ്. ഇല്ല, എൻ്റെ യേശു കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ അക്കമിട്ട് ഇന്ന് പകൽക്കാലം വചനത്തിൽ നിന്ന് തൻ്റെ ദാസനിലൂടെ കേൾപ്പിപ്പാനിടയായി. നീ രോഗിയാണോ? അവൻ രോഗസൗഖ്യദായകനാണ്. നീ കടഭാരത്തിൽ കിടക്കുന്നവനാണോ? അവൻ നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരകനാണ്. നീ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നുവോ? അവിടെ നിന്ന് നിന്നെ വിടുവിക്കുന്നവനാണ്. ഇന്ന് പകൽ നിന്റെ പ്രാർത്ഥന കേൾക്കുന്നവനാണ്. നിന്നെ സകല വിഷയങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനാണ്. നിന്റെ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനാണ്. നിന്റെ സകല വിഷയങ്ങൾക്കും പരിഹാരകനാണെന്ന് ഇന്ന് പകൽക്കാലം കേൾപ്പിച്ചു കഴിഞ്ഞു. ഒന്ന് വിശ്വസിച്ചാൽ മാത്രം മതി. യേശുവേ, എനിക്ക് അങ്ങേ വേണം. ഇന്ന് പകൽ ഒരുപാട് ഇടങ്ങളിൽ ഞാൻ പോയി, ഒത്തിരി പേരിൽ ആശ്രയിച്ചു, ഒത്തിരി ഇടങ്ങളിൽ നിന്നു
പക്ഷെ എൻ്റെ വിഷയങ്ങൾക്ക് പരിഹാരകനായ ഒരുവനെ ഞാൻ ഇതുവരെ കണ്ടില്ല. ഇന്ന് പകൽക്കാലം ഞാൻ കണ്ടു. എനിക്കിനി അങ്ങ് മതി, എനിക്കിനി അങ്ങയുടെ സന്നിധി മതി, ഇനി അങ്ങയുടെ ഇടം മതി. അങ്ങല്ലാതെ മറ്റൊരു വ്യക്തി എനിക്ക് വേണ്ട. ഇനി എൻ്റെ മരണം വരെ, ഇനി എൻ്റെ തലമുറകൾക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എനിക്ക് അങ്ങ് മാത്രം മതി. എനിക്ക് ഒത്തിരി പേരെ വേണ്ട, ഒരുപാട് പേരെ വേണ്ട, അങ്ങ് മാത്രം മതി. ഒരുപാട് അപ്പന്മാരെ വേണ്ട, ഒരുപാട് അമ്മമാരെ വേണ്ട, നിത്യപിതാവായ അങ്ങ് മാത്രം മതി എന്ന് ഇന്ന് പകൽ എത്ര പേര് ഏറ്റെടുക്കും? ആ കർത്താവിൻ്റെ സന്നിധി ഒന്ന് സമർപ്പിക്കാം. സമയത്തിൻ്റെ ദൗർലഭ്യം നിമിത്തം പ്രാർത്ഥിക്കാൻ പോകുക. ഒരു നിമിഷം നിങ്ങളുടെ നെഞ്ചുകളിൽ കൈവച്ച് ആ കേൾക്കപ്പെട്ട ദൂതുകൾ, വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന് ആശ്വാസവും അനുഗ്രഹവുമായി തീരുവാൻ സമർപ്പിക്കാം. ആ കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. അടുത്ത ആഴ്ച വരുമ്പോൾ നിങ്ങൾ ഭാരപ്പെട്ട വിഷയത്തിന് പരിഹാരമായി തീർന്നെന്ന് പറയത്തക്ക തരത്തിൽ ദൈവപ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടു എന്ന് ഇന്ന് പകൽക്കാലം മനസ്സിലാക്കേണ്ടതിന് ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങളെ ആ നെഞ്ചത്തോട് ചേർത്ത് വെച്ച് ഞങ്ങൾ ഒരു നിമിഷം ഞങ്ങളുടെ ദാസന്മാരെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. കർത്താവേ, പരിശുദ്ധ ദൈവമേ, ഇന്ന് പകൽ ഞങ്ങൾ 3 മണിക്ക് പ്രാർത്ഥിച്ചിവിടെ ആരംഭിച്ച യോഗം ഇത്രയും അനുഗ്രഹമാക്കി മാറ്റിയല്ലോ അപ്പാ. കർത്താവേ, ഹൃദയം തകർന്നവരായി, മനസ്സ് തകർന്നവരായി, എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചവരായി, ഇനി ഞാൻ എങ്ങോട്ട് പോകും, ഇനി ഞാൻ ആരോട് പറയും, ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ഇതിനകത്ത് സ്റ്റെപ്പുകൾ ഓരോന്നോരോന്ന് കർത്താവെ വേദനയോടെ ചവിട്ടി കയറി ഇതിനകത്ത് കയറി വന്ന അങ്ങയുടെ മക്കളെ അങ്ങ് കണ്ടല്ലോ. അവിടെ ഹൃദയ തകർച്ച കണ്ടല്ലോ, അവിടെ വേദനകൾ കണ്ടല്ലോ, അവിടെ ഭാരങ്ങൾ കണ്ടല്ലോ, അവിടെ രോഗങ്ങൾ കണ്ടല്ലോ. ഇന്നു പകൽ അങ്ങയുടെ അഭിഷക്തനിലൂടെ ശക്തമായി വചനത്തിലൂടെ സ്വർഗം സംസാരിച്ചല്ലോ. ഇന്നു പകൽ ചിലരെ അങ്ങ് വിടുവിച്ചതിനായി, എല്ലാവരെയും അങ്ങ് വിടുവിച്ചതിനായി സ്തോത്രപ്പ. അങ്ങ് കരം വെച്ചതിനായി സ്തോത്ര. ഭാരത്തോടെ വന്നവർ ഭാരം വിട്ടതിനായി സ്തോത്ര. രോഗത്തോടെ വന്നവർ ആ രോഗം വിട്ടുമാറിയതിനായി സ്തോത്ര. ഹൃദയ തകർച്ചയോടെ വന്നവർ ആ ഭാരം മാറിയവരായി പോയതിനായി സ്തോത്രം. ഇന്ന് പകൽ ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത ആഴ്ച അവർ കടന്നു